ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ആണ്ടുവട്ടം 24-ാം വാരം ബുധൻ. തിരുസഭാ മാതാവ് ഇന്ന് വചനധ്യാനത്തിനായി നമുക്ക് നൽകുക വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 31 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവഹിതത്തോടും ദൈവിക പദ്ധതികളോടുമുള്ള തുറവി നഷ്ടപ്പെട്ടുപോയ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും അടച്ചിട്ട മനോഭാവത്തെക്കുറിച്ചുള്ള ഈശോയുടെ വിലാപമാണ് ഇന്നത്തെ സുവിശേഷം. തൻ്റെ മുന്നിൽ കൊണ്ടുവരുന്ന ശിശുവിൻ്റെ ചെവികളിലും അധരങ്ങളിലും അഭിഷിക്ത കരങ്ങൾ കൊണ്ട് കുരിശടയാളം വരച്ച് വൈദികൻ നടത്തുന്നൊരു പ്രാർത്ഥനയുണ്ട് പ്രാരംഭ കൂദാശയായ മാമോദീസായിൽ. വചനം കേൾക്കുന്നതിന് നിന്റെ ചെവികളെയും അവിടുത്തെ സ്തുതിക്കും മഹിമയ്ക്കുമായി വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് നിന്റെ അധരങ്ങളെയും അവിടുന്ന് സ്പർശിക്കുമാറാകട്ടെ എന്നാണ് പ്രാർത്ഥന. എഫ്ഫാത്ത എന്നാണ് ആ കർമ്മത്തിന് പേര് നൽകിയിരിക്കുക, തുറക്കപ്പെടട്ടെ എന്നർത്ഥം. ദൈവവചനത്തോടും ദൈവിക പദ്ധതികളോടുമുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ തുറവി ആരംഭിക്കുന്ന ഇടമാണത്. വചനത്തിൽ തുറവി നഷ്ടപ്പെട്ടു പോയ ഒരു ജനത്തെക്കുറിച്ച് ക്രിസ്തു സൂചിപ്പിക്കുകയാണ്. കുറച്ചുകൂടി സുന്ദരമായത് മനസ്സിലാക്കണമെങ്കിൽ തൊട്ട് മുൻപ് വരുന്ന വചനഭാഗം കൂടെയൊന്ന് കൂട്ടി വായിക്കണം. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ യോഹന്നാനെ കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ സാക്ഷ്യമാണത്. ഈശോ പറയും, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവനില്ല, എങ്കിലും ദൈവരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ്. ഈശോയുടെ ഈ സാക്ഷ്യത്തിന് 2 വിധത്തിലുള്ള റെസ്പോൺസുകളാണ് ലഭിക്കുക. വചനം പറയും, ഇതു കേട്ട് യോഹന്നാന്റെ ജ്ഞാനസ്നാനം സ്വീകരിച്ച സാമാന്യ ജനവും ചുങ്കക്കാരും ദൈവനീതിയെ പ്രഘോഷിച്ചു. ദൈവിക പദ്ധതികളോട് തുറവിയോടെ പോസിറ്റീവായ ഒരു മനോഭാവം. വീണ്ടും വചനം പറയും, ഫരിസേയരും നിയമജ്ഞരുമാകട്ടെ യോഹന്നാന്റെ സ്നാനം സ്വീകരിക്കാതെ തങ്ങളെപ്പറ്റിയുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു. നിഷേധാത്മകമായ സമീപനമാണ്. ദൈവിക പദ്ധതികളുടെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ ഹൃദയം അടച്ചു കളഞ്ഞു എന്നതാണ് അവർക്ക് പറ്റിയ അബദ്ധം. രക്ഷാകര പദ്ധതിയുടെ ഭാഗമായി അയക്കപ്പെട്ട യോഹന്നാനെയും ക്രിസ്തുവിനെയും നിരാകരിക്കാൻ അവർ കണ്ടെത്തിയ കാരണങ്ങളെ ബാലിശമെന്നാണ് ക്രിസ്തു വിശേഷിപ്പിക്കുന്നത് സുവിശേഷത്തിൽ. അതിന് ക്രിസ്തു പറയുന്ന ദൃഷ്ടാന്തമാണ് ഈ തലമുറ ചന്തസ്ഥലത്തിരുന്ന് കൂട്ടുകാരോട് വിളിച്ചു പറയുന്ന കുട്ടികളെ പോലെയാണ് എന്ന്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ പറയും, രക്ഷ നാം ആഗ്രഹിക്കുന്ന രീതിയിലും വഴിയിലും വരണമെന്ന് ശാഠ്യം പിടിക്കരുത്. അത് ദൈവത്തിൻ്റെ പ്രവർത്തന രീതിയോടുള്ള നമ്മുടെ തന്നെ അടച്ചിടലുകളാണ്. രക്ഷാകരമായ ദൈവിക ഇടപെടലുകളോട്, നമ്മെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളോട്, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള നന്മയുടെ പദ്ധതികളോട് തുറവിയുള്ളവരാകാം നമുക്ക്. ശാഠ്യത്തിൻ്റെ അടച്ചിട്ട ഹൃദയവാതിലുകൾ ഹൃദയപൂർവ്വം ഇനി നമുക്ക് തുറന്നിടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.